നമസ്കാരം. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. അവിടെ ഹിന്ദുക്കൾക്ക്, വിശേഷിച്ചും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും ഒന്നും അവിടെ ശ്വാസമിടാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുകയാണ്. അവർ പഴയ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പിന്നോക്കാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. ഇത് വളരെ ആവേശപൂർവ്വം BJP വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയും, എന്നാൽ BJPയുടെ ഉച്ചത്തിലുള്ള സ്വാഗതം ചെയ്യലിനേക്കാൾ വളരെ വാചാലവും ഉച്ചത്തിലുമുള്ള ഒരു സ്വാഗതം ചെയ്യലാണ് CPMൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി ഈ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് CPMൻ്റെ അടുത്ത, അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള അടുത്ത മൂന്നാം ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ LDFന് വോട്ട് ചെയ്തു. അതിൻ്റെ പ്രതിഫലനം നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM, വിശേഷിച്ചും ഇടതുപക്ഷം, ആ അപകടം മനസ്സിലാക്കുകയും CPMൻ്റെ അണികളിൽ നിന്ന് വലിയൊരു കുത്തൊഴുക്ക്, വിശേഷിച്ചും CPMൻ്റെ കോട്ടയായ ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയൊരു ഒഴുക്ക് BJPയിലേക്ക് വരികയും ചെയ്തപ്പോൾ CPMന് മനസ്സിലായി തങ്ങളുടെ അടിത്തറ ഇളകി തുടങ്ങിയെന്ന്. അവിടെ വെച്ച് CPM നിലപാട് മാറ്റുന്നു. നിലപാട് മാറ്റി ഇപ്പോൾ വയനാട് ചെന്നിട്ട് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞതും, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗമെല്ലാം ഒരേ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രണ്ടും പങ്കുവയ്ക്കുന്നത് ഒരേ വികാരവുമാണ്. ഇത് കേരളത്തിൽ ഒരു വ്യക്തമായ ഒരു മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഇപ്പം തന്നെ വളരെ ശക്തമായി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ കൂടുതൽ മുതലെടുത്തുകൊണ്ട് CPMൻ്റെ ഉള്ളിൽ നിന്നുള്ള, വിശേഷിച്ചും CPMൻ്റെ അണികളിൽ നല്ലൊരു ശതമാനം ഈഴവ സമുദായമാണ്. ആ സമുദായത്തിൻ്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ പ്രായോഗികമായി മുഖ്യമന്ത്രി ആയിട്ട് പ്രവർത്തിക്കുന്നത് ലീഗായിരിക്കും എന്നുള്ളൊരു ധാരണ വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത്തരം ഒരു മുസ്ലിം പ്രാമുഖ്യമുള്ള ഒരു മന്ത്രിസഭയെ അല്ലെങ്കിൽ ഒരു ഭരണത്തെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള CPM വോട്ടുകളെ പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ LDFനെ അധികാരത്തിൽ വരുത്തുകയും ചെയ്യുക. ഒപ്പം BJPക്കും വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJSൻ്റെ അധ്യക്ഷൻ, BJPയിലാണ്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലുള്ള മാനേജർമാരും ഒക്കെ കണക്ക് കൂട്ടുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ BJPക്ക് ജയിച്ചു കയറി വരാൻ കഴിയും. അങ്ങനെ ജയിച്ചു കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ശക്തമായ മത്സരമാണ് നടക്കുന്നതെങ്കിൽ ഒരു തൂക്ക് നിയമസഭ വരികയോ, അങ്ങനെ ഒരു തൂക്ക് നിയമസഭ വന്നു കഴിഞ്ഞാൽ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയൊക്കെ ആവുകയൊക്കെ ചെയ്യാമെന്നുള്ള സ്വപ്നമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കാണുന്നുണ്ടോ. ആ സ്വപ്നം യാഥാർത്ഥ്യമല്ലെങ്കിൽ ആകുന്നില്ലെങ്കിൽ പോലും CPM ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ CPMൻ്റെ ഒരു ശബ്ദമാണ് മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശനിലൂടെ മുഴങ്ങിക്കേട്ടത്. കാരണം അതിനെ സ്ഥിരീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്.
വെള്ളാപ്പള്ളി നടേശൻ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ എങ്ങനെയാണ് നമ്മളുടെ കേരളത്തിലെ ഈ വർഗീയ സമവാക്യങ്ങളെ ഇട്ട് അത് വൈകാരികത സൃഷ്ടിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ച് വിദ്വേഷം സൃഷ്ടിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രകടമായ രീതിയിലുള്ള ഒരു വർഗീയത പ്രയോഗിക്കുന്ന ഒരു രീതി ഈ സമീപകാലത്താണ് കാണുന്നതെന്ന് തോന്നുന്നു. കാരണം വളരെ പ്രത്യക്ഷത്തിലാണ് ഇത്തരം സംഗതികൾ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വർഗീയത നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ മതേതരത്വത്തിൻ്റെ കുത്തക അവകാശപ്പെടുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഉദാഹരണത്തിന് UDF-ഉം LDF-ഉം, ഈ രണ്ട് മുന്നണികളും വളരെ വിദഗ്ധമായി ഈ വർഗീയതയെ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 1992 പൂന്തുറ കലാപം ഉണ്ടായതിനു ശേഷം ഉണ്ടായ അരവിന്ദാക്ഷ മേനോൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൂന്തുറ കലാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെ വിധ്വംസക ശക്തികളാണ്, അത് മുളയിലേ നുള്ളണം എന്ന് പറയുന്നു. വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുമാണ് അരവിന്ദാക്ഷൻ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം വന്ന LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ആരും തന്നെ ആ ഒരു വിഷയത്തെ ആ റിപ്പോർട്ട് കണ്ട ലക്ഷണം പോലും കേരളത്തിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായിട്ട് വളരാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതിൻ്റെ സാന്നിധ്യവും കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗം ബാധിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിനെയാണ്. യഥാർത്ഥത്തിൽ പേരിൽ മുസ്ലിം ഉണ്ടെങ്കിൽ പോലും ഇന്ന് മറയില്ലാതെ കാപട്യമില്ലാതെ മതേതരത്വ പാർട്ടി എന്ന് വിളിക്കുകയാണെങ്കിൽ, താരതമ്യം ചെയ്യുകയാണെങ്കിൽ മുസ്ലിം ലീഗ് തന്നെയാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാര്യം മുസ്ലിം ലീഗ് നേരിടുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദത്തെ അകറ്റി നിർത്തുക എന്നുള്ള സമ്മർദ്ദമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി എന്ന നിലയിൽ അവരുടെ നിലനിൽപ്പിന് പോലും അവർ നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ മുസ്ലിം ലീഗിൻ്റെ അഭാവം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരള സമൂഹത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മുസ്ലിം ലീഗിനെ നശിപ്പിക്കുക, മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലാക്കുക, അവരെയും കൂടുതൽ ഒരു തീവ്രവാദ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മാറ്റിക്കുക എന്നുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നമ്മളുടെ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടേതായ താല്പര്യം, മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൻ്റെ മുഖ്യധാരയുടെ അവിഭാജ്യ ഘടകമായിട്ട് അതിൻ്റെ നേതാക്കൾക്കും ആ പാർട്ടിക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിനെ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വർഗീയ ചേരിതിരിവിലേക്ക് പോവുകയും ആർക്കാണ് നഷ്ടം ആർക്കാണ് ലാഭം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട ഒരവസ്ഥയിലേക്കും എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.